ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ സിയ ഷെഹി. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റി ഐറ്റമായിട്ടാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, പുളിമിഠായിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ള നല്ല വലിയൊരു ഉണ്ടയാണ് കേട്ടോ ഞാൻ എടുത്തിരുന്ന പുളി. അപ്പോൾ അത് നമ്മൾ വെള്ളത്തിലിട്ട് നന്നായി കുതിർത്താൻ വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു പാത്രത്തിൽ 5 ശർക്കര നന്നായി കഴുകിയിട്ട് നമ്മളത് നന്നായിട്ട് ഉരുക്കാൻ വെക്കുക കേട്ടോ. മധുരം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. ഞാനിവിടെ ഇപ്പോൾ 5 എണ്ണമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ അപ്പം ആഡ് ചെയ്യാമെന്ന് വെച്ചിട്ട് 5 എണ്ണം എടുത്തിട്ട് ഞാനിവിടെ സെറ്റാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ ഇരുന്നിട്ട് റെഡി ആവട്ടെ, നമുക്കിനി അടുത്ത പണിക്ക് പോയിട്ട് വരാം. അപ്പോൾ ഒരു ജാറിൽ നമ്മൾ നേരത്തെ കുതിർത്താൻ വെച്ചിരുന്ന പുളി എടുത്തിട്ട് നമുക്കൊന്ന് റെഡിയാക്കി എന്താ പറയുക നന്നായിട്ട് അടിച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ നമുക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട, നമ്മൾ നേരത്തെ ആക്കി വെച്ചിട്ടുള്ള വെള്ളം തന്നെ മതിയാവും. അത് നമ്മളൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ശർക്കര നീര് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊരു നുള്ള് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേറൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള പുളി അതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് അത് നന്നായിട്ട് ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ആക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ ശർക്കര നീരൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് രണ്ടും കൂടെ സെറ്റാവണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പരുവം. അപ്പോൾ നമ്മൾ സെറ്റായിട്ടുണ്ട്. ഇനി നമ്മളിത് അടുപ്പ് കത്തിച്ചിട്ടൊന്ന് സെറ്റാവാൻ വെക്കാം കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് മധുരം പുളിയൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ്. ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി. ഇത് നമുക്ക് കുറച്ചധികം റിസ്കി ടാസ്ക്കാണ് കേട്ടോ. കുറേ നേരം നന്നായിട്ട് ഇളക്കണം. അപ്പോൾ ഞാനിവിടെ മധുരം കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നേരത്തെ ഞാൻ ശർക്കര നീരും ഇതൊക്കെ എല്ലാം കൂടി സെറ്റാക്കി നോക്കിയപ്പോൾ കുറച്ച് മധുരം കുറവുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് പിന്നെ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് കുറച്ച് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ നമ്മുടെ കയ്യിലിങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കണം. ഇപ്പം നമുക്ക് ഒരു ഇതും ആയിട്ടില്ല കണ്ടോ. ഇങ്ങനെയാണ് നമുക്ക് അവസാനമായിട്ട് കിട്ടുന്നത് കേട്ടോ. അപ്പം നന്നായി ഇളക്കി നിൽക്കണം കേട്ടോ. നമ്മുടെ കൈയൊക്കെ നല്ല സുഖം ഉണ്ടാവും ഇളക്കി നിൽക്കുമ്പോൾ. അപ്പോൾ ഇത് നമ്മുടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വെക്കണം കേട്ടോ. ഇനി ഞാൻ അടുത്തൊരു പാത്രത്തിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കൈ വരുന്നത് ആരുടെയാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാമല്ലോ അല്ലേ, നമ്മുടെ മക്കളുടെ തന്നെ. അപ്പോൾ ഉണ്ടാക്കി തീരുമ്പോഴേക്കും ഓരോരുത്തരായിട്ട് ഇങ്ങനെ ബോൾ ഇങ്ങനെ എടുത്ത് ഓടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ സെറ്റാക്കിയിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ പുളിമിഠായി. എന്നെപ്പോലെ നിങ്ങൾക്കൊക്കെ പുളിമിഠായി ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ പുറത്തുനിന്ന് ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലത് നമുക്കൊന്ന് വീട്ടിലുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിതിനായിട്ട് നിന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് കണ്ടോ. നമ്മളിങ്ങനെ മറ്റേ ജ്യൂസി ടൈപ്പാണ് കേട്ടോ. 2-3 ദിവസം ഇങ്ങനെ സെറ്റാക്കാൻ വെച്ച് കഴിഞ്ഞാൽ നല്ല രസമാണ് കഴിക്കാനൊക്കെ. ഇതിന് 2-3 ദിവസം ഒന്നും ഒന്നുമില്ല കേട്ടോ, പെട്ടെന്ന് കാലിയായി. അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ പുളിമിഠായി? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ. ഇതെൻ്റെ പീക്കിരിക്ക് കൊടുത്തപ്പോൾ അവനെ കളിയാക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ ഈ വീഡിയോ കണ്ടോ. അപ്പോൾ വീണ്ടും കാണാം, ബൈ.